കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും നമുക്ക് ഈ നിലയിൽ ദൈവജന ധ്യാനത്തിനായിട്ട് കടന്നുവരുവാൻ ഇടയാക്കിയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൻ്റെ തന്നെ തുടർമാനമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് ക്രൂശിൽ കൈവിടപ്പെട്ടവൻ്റെ നിലവിളി എന്ന ആ രീതിയിൽ ഞാൻ ആ വിഷയം അവതരിപ്പിക്കുകയാണ്. ഈ വിഷയം നമ്മുടെ പഠന വിഷയത്തിൻ്റെ കാതലായ ഭാഗമാണ് എന്ന് നമുക്കറിയാം. യേശു കർത്താവിൻ്റെ ക്രൂശ് എന്നതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അതിൽ കർത്താവിൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട് നടന്ന അവസാനത്തെ ഭാഗമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഈ കാര്യങ്ങൾ ഇതിൻ്റെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗെത്സമനയിലുള്ളതായ ആ വേദനയെക്കുറിച്ച് നിലവിളിയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. അതിനിടയ്ക്കുള്ള സംഭവങ്ങൾ പലതും നേരത്തെയുള്ള ക്ലാസ്സുകളിൽ പലതും കൈകാര്യം ചെയ്തും സ്പർശിച്ചും പോകുന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ക്രൂശീകരണത്തിനായിട്ട് യേശു കർത്താവിനെ കൊണ്ടുപോകുന്ന ആ സ്ഥലത്തെയും അതിനോട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇന്ന് രാത്രി പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയം ഞാൻ പഠിക്കാനായിട്ട് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല സംശയങ്ങളും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഞാനത് പല രീതിയിൽ മനസ്സിലാക്കാനായിട്ടൊക്കെ ശ്രമിച്ചപ്പോൾ വിശദീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ചില ഭാഗങ്ങൾ ഈ വിഷയത്തോട് ബന്ധപ്പെട്ടുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ അതിൽ ഉൾപ്പെട്ട ദൈവശാസ്ത്രപരമായ വിഷയങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം കൈകാര്യം ചെയ്യുന്നില്ല. തുടർന്നുള്ള ക്ലാസ്സുകളിൽ അതിൻ്റേതായ ആഴത്തിലേക്കുള്ള പഠനങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ അത് ചെറിയ രീതിയിൽ സ്പർശിച്ച് പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് മിക്കവാറും നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. യേശു കർത്താവിനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് വിധി ന്യായം പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ നാം സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ഒരു 4 സുവിശേഷങ്ങളിലും ഇതിൻ്റെ വിശദീകരണങ്ങൾ പല രീതിയിലുണ്ട്. ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒന്ന് കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ പറയാം. മറ്റു ഭാഗങ്ങളിലേക്കും ഞാൻ കടക്കുന്നതായിരിക്കും. 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം, അതിൻ്റെ 15-ാമത്തെ വാക്യം ആദ്യം നമുക്ക് വായിക്കാം. പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ചു ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു. ഞാൻ മർക്കോസിൻ്റെ സുവിശേഷം തിരഞ്ഞെടുക്കാനുള്ള കാരണം മർക്കോസിൻ്റെ സുവിശേഷമാണ് സുവിശേഷങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യം എഴുതപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോസ്തലനായ പത്രോസിൻ്റെ വിവരണങ്ങളിൽ നിന്നാണ് മർക്കോസ് ഈ കാര്യങ്ങൾ എഴുതിയത്. മർക്കോസ് എന്ന വ്യക്തി ഈ സമയങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കവിടെ സൂചനകൾ ലഭിക്കുന്നുണ്ട്. പേര് എഴുതി കാണിക്കുന്നില്ല എങ്കിൽ കൂടെ ഒരു ബാല്യക്കാരൻ പുതപ്പ് പുതച്ചുകൊണ്ട് ഓടിപ്പോയി, അവനെ പിടിച്ചപ്പോൾ വസ്ത്രം ഉപേക്ഷിച്ച് ഓടിപ്പോയി, നഗ്നനായി ഓടിപ്പോയി എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. അത് മർക്കോസാണ് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്, പേരവിടെ എഴുതിയിട്ടില്ലെങ്കിൽ. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ്റെ സന്തത സഹചാരിയായിട്ട് കഴിഞ്ഞ മർക്കോസാണ് പലതും വളരെ കൃത്യതയോടുകൂടെ സമയബന്ധിതമായ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ 15-ാം അധ്യായം നാം വായിച്ചാൽ അവിടെ വായിക്കുന്നത് ഉടനെ അധികാലത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ആ സമയം വളരെ വ്യക്തമായിട്ട് അവിടെ മർക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതിനുശേഷമൊക്കെയുള്ള സമയക്രമങ്ങളൊക്കെ മർക്കോസ് രേഖപ്പെടുത്തുന്നത് യഹൂദന്മാരുടെ സമയക്രമം അനുസരിച്ചാണ്. കാരണം യഹൂദന്മാരുടെ ദിവസം ആരംഭിക്കുന്നത് രാവിലെ 6 മണി മുതലാണ്. അപ്പം നമ്മുടെ സമയം 9 മണിയെന്ന് പറഞ്ഞാൽ, കാലത്ത് 9 മണിയെന്ന് പറഞ്ഞാൽ അവിടെ 3-ാം മണിയാണ്. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. മറ്റ് സുവിശേഷങ്ങളിൽ ആ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. മർക്കോസ് പ്രധാനമായിട്ടും യഹൂദന്മാരുടെ സമയക്രമം അനുസരിച്ചാണ് അതൊക്കെ എഴുതിയത്. എന്നാൽ മറ്റ് സുവിശേഷങ്ങളിൽ റോമൻ
സംവിധാനങ്ങൾ ഉപയോഗിച്ച്, അതായത് നാം ഇന്ന് ഉപയോഗിക്കുന്ന രാത്രി സമയം 12 മണിക്കാണ് ദിവസം ആരംഭിക്കുന്നത് നമുക്ക്. അതാണ് റോമൻ ഭരണത്തിൻ്റെ പ്രത്യേകത. ആ സമയക്രമവും ചില സുവിശേഷന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും അതിൽ തമ്മിൽ ആശയക്കുഴപ്പമൊന്നും ഉണ്ടാകാൻ ആവശ്യമില്ല. കാരണം നമുക്കത് വായിച്ചാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നാം ചിന്തിക്കാൻ പോകുന്ന പല കാര്യങ്ങളും മറ്റ് സുവിശേഷങ്ങളിലും നാം പോകുന്നുണ്ട്. ഇവിടെ നാം വായിക്കുന്നത് പടയാളികൾ അവിടെ കൈകാര്യം ചെയ്യുന്ന രീതികളൊക്കെ തൽക്കാലം മാറ്റിവെച്ചിട്ട് ഞാനവിടെ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 21-ാമത്തെ 21 22 വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. അലക്സാണ്ടറുടെയും റൂഫോസിന്റെയും മകനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ ക്രൂശെടുക്കുവാൻ അവർ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി. മതി. ഇവിടെ ക്രൂശ് എടുക്കാൻ നിർബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിയെ അവിടെ കാണുന്നുണ്ട്. യേശു കർത്താവ് തന്നെയാണ് ക്രൂശ് ചുമന്നുകൊണ്ട് പോയത്. പക്ഷേ പടയാളികൾക്ക് ഒരു സംശയമുണ്ടായിരുന്നു, ഈ ക്രൂശും ചുമന്നുകൊണ്ട് ഇത്രയും ബലഹീനനായ മനുഷ്യൻ ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക് എത്തുമോ എന്ന് അവർക്ക് സംശയമുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഒരാൾ സഹായത്തിന് വിളിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഗോൽഗോഥ എന്ന വാക്കാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ നാം സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കാൽവറി. ഈ കാൽവറി എന്ന വാക്ക് മലയാളം ബൈബിളിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല, ഇംഗ്ലീഷിലും അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ അത് തെറ്റായ പ്രയോഗമല്ല. കാരണം അന്ന് കാലത്ത് യഹൂദന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ റോമൻ ഭരണത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ലാറ്റിൻ ഭാഷയായിരുന്നു, ലത്തീൻ ഭാഷയാണ്. ലാറ്റിൻ ഭാഷയിൽ ഗൊൽഗോഥയ്ക്ക് പറയുന്ന പേരാണ് കാൽവറി. ഇന്ന് നമ്മൾ പ്രസംഗങ്ങളിലും പാട്ടുകളിലും ഒക്കെ കാൽവറി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ നോക്കിയാൽ ആ വാക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം ലാറ്റിൻ ഭാഷയിലാണ് കാൽവറി എന്ന വാക്ക് വരുന്നത്. അത് ഗോൽഗോഥ എന്ന് ഇവിടെ നാം വായിക്കുന്നുണ്ട്. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ. അപ്പോൾ തലയോടിടം എന്ന് പറഞ്ഞ് സാധാരണ മനസ്സിലാക്കാവുന്ന ഭാഷയാണ്. എന്നാൽ ഗോൽഗോഥ എന്നുള്ളത് എബ്രായ ഭാഷയുള്ള, നമുക്കറിയാം യേശു കർത്താവിനെ ക്രൂശിൽ തറച്ചപ്പോൾ, അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, 3 ഭാഷകളിലാണ് അവൻ്റെ കുറ്റസംഗതി എഴുതി വെച്ചത്. നസറായന യേശു, യഹൂദന്മാരുടെ രാജാവ് എന്നുള്ള നിലയിൽ. അത് 3 ഭാഷകളിൽ, എബ്രായ, റോമ, യവന ഭാഷ. അവിടെ എബ്രായ ഭാഷ എന്താണെന്ന് നമുക്കറിയാം. യവന ഭാഷ എന്ന ഗ്രീക്കാണ്. ഈ റോമ ഭാഷ എന്ന് പറഞ്ഞാൽ ഈ ലാറ്റിൻ ഭാഷയാണ്. അത് അവരുടെ ഔദ്യോഗിക ഭാഷ. യവന ഭാഷ, ഗ്രീക്ക് ഭാഷ എന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെയൊക്കെയും ഭാഷയായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 3 ഭാഷ അവിടെ എഴുതിയെന്ന് പറഞ്ഞാൽ ആ ഭാഷയിലുള്ള വാക്കാണ് കാൽവറി എന്നുള്ളത്. ഇവിടെ നാം കാണുന്നത് ഈ മർക്കോസിന്റെ സുവിശേഷം മാത്രം ആസ്പദമാക്കിയല്ല ഞാൻ ചിന്തകൾ പറയുന്നത്. എന്നാൽ അവിടെ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ മർക്കോസ് സുവിശേഷം തൽക്കാലം എടുത്തത്. കർത്താവിനെ ക്രൂശിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലാകണമെങ്കിൽ 4 സുവിശേഷങ്ങളും ഒരുമിച്ച് വായിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ചേർത്താലാണ് എല്ലാ വിഷയങ്ങളുടെയും വിവരണം, എല്ലാ ഭാഗങ്ങളും ഒരു സുവിശേഷത്തിൽ മാത്രമായിട്ട് ഒതുക്കി പറഞ്ഞിട്ടില്ല. കർത്താവിനെ നമുക്കറിയാം 7 മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 7 മൊഴികളും 4 സുവിശേഷങ്ങളിലായി ചിതറിക്കിടക്കുന്നതാണ്. അല്ലാതെ ഒരു സുവിശേഷത്തിൽ മാത്രം 7 കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് 4 സുവിശേഷങ്ങൾ ഒരുമിച്ച് വായിച്ചാൽ മാത്രമേ നമുക്ക് അതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തോട് സംഭവിച്ച എല്ലാ കാര്യവും. എന്നാൽ പ്രധാനമായിട്ടും നാം ശ്രദ്ധിക്കേണ്ടത് 4 സുവിശേഷങ്ങളിലും യേശു കർത്താവിൻ്റെ ക്രൂശിച്ചു എന്നുള്ളതിന് വലിയ വിശദീകരണങ്ങൾ ഒരു സുവിശേഷന്മാരും കൊടുക്കുന്നില്ല. അവിടെ അവർ അവനെ ക്രൂശിച്ചു, ഇത്ര മാത്രം എഴുതിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ക്രൂശാണെന്നോ എത്ര ആണി തറച്ച് കൊന്നുവെന്നോ ഇതൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവനെ ആണി തറച്ചാണ് കൊന്നത്, തറപ്പിക്കപ്പെട്ടവനാണ് എന്നുള്ളത് മറ്റു ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. പക്ഷേ അവിടെ അത് എത്ര ആണി, ഇപ്പം നമുക്ക് പലരും ധരിച്ചു വെച്ചിട്ടുള്ള 3 ആണികളിലാണ് കൊന്നത്. അത് വേദപുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന തെളിവല്ല, പുറമേയുള്ള തെളിവുകൾ വെച്ച് സാധാരണഗതിയിൽ അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത എന്നുള്ളതുകൊണ്ടാണ് ആ നിലയിൽ എല്ലാവരും ആ നിലയിൽ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്. വേദപുസ്തകത്തിൽ നോക്കിയാൽ 3 ആണികളാണ് തറച്ചതെന്നൊക്കെ, ചിലരൊക്കെ ഇത്ര ഇഞ്ച് നീളമുള്ള ആണിയാണെന്നൊക്കെ, ഇതൊന്നും ഇവിടെ രേഖപ്പെടുത്തി നമുക്ക് കിട്ടിയിട്ടില്ല. നാം ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ അവിടെ ആ വാക്ക് വായിച്ചാൽ
25-ാം വാക്യം 15-15. മൂന്നാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. ആ. യഹൂദന്മാർ രാജാവ് എന്നിങ്ങനെ അവന്റെ മേലെ അവന്റെ കുറ്റം മീതെ എഴുതി. അവിടെ ശ്രദ്ധിക്കുക, 3-ാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. ഈ 3-ാം മണി എന്ന് പറയുന്നത് യഹൂദന്മാരുടെ കണക്കനുസരിച്ചുള്ള 3-ാം മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയമനുസരിച്ച് കാലത്ത് 9 മണിയാണ്. അവിടെ വായിച്ചാൽ മനസ്സിലായി. ഇത് തന്നെയാണ് മറ്റ് സുവിശേഷങ്ങളിലൊക്കെ എഴുതിയിട്ടുള്ളത്. അവനെ ക്രൂശിച്ചു. ചിലയിടത്ത് രണ്ടുപേരെ ഇടത്തും വലത്തുമായിട്ട് ക്രൂശിച്ചു കള്ളന്മാരെ എന്നുള്ളതല്ലാതെ ക്രൂശീകരണ പ്രക്രിയയിൽ ഉള്ള പ്രത്യേകതകളോ ഇന്ന് നാം മനസ്സിലാക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തി തന്നിട്ടില്ല. കാരണം ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം ക്രൂശീകരണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ അവർ രേഖപ്പെടുത്താൻ. മാത്രമല്ല, ആ കാര്യങ്ങൾക്കല്ല പ്രാധാന്യം അവർ കൊടുത്തത്, ആ സംഭവത്തിനാണ് പ്രാധാന്യം അവിടെ കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. യേശു കർത്താവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുവന്ന സമയത്ത് ഈ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ മറ്റ് സുവിശേഷങ്ങളിൽ കൂടെ വായിക്കുമ്പോൾ നമുക്കറിയാം കർത്താവിനെ ക്രൂശിൽ തറയ്ക്കാനായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആദ്യം ചെയ്തത് സാധാരണ അവിടെ ക്രൂശീകരണ സമയങ്ങളിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന് 34-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. അവന് കയ്പ് കലക്കിയ വീഞ്ഞ് കുടിക്കുവാൻ കൊടുത്തു. അത് രുചി നോക്കിയപ്പോൾ അവന് കുടിക്കുവാൻ മനസ്സായില്ല. അത് ഇവിടെ എഴുതിയിട്ടുള്ളത് കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു, അവനെ വാങ്ങിയില്ല. കണ്ടിവെണ്ണ എന്നുള്ള അർത്ഥമല്ല, ശരിക്കും പറഞ്ഞാൽ ആ തർജ്ജമയിൽ എങ്ങനെയോ വന്ന ഒരു വ്യത്യാസമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ കയ്പ് കലർത്തിയ വീഞ്ഞ് എന്ന് പറയുന്നത് മൂര് എന്ന് പറയുന്ന സാധനം, അത് വളരെ കയ്പുള്ളതാണ്. അത് സാധാരണ അവിടെ ക്രൂശീകരണ സമയങ്ങളിൽ കൊടുക്കുന്നൊരു പാനീയമാണ്. അത് സർക്കാരിൻ്റെ സംവിധാനമല്ല. അന്നത്തെ ഏതോ സന്നദ്ധ സംഘടനകൾ ഈ ക്രൂശിൽ മരിക്കുന്ന ആളുകൾക്ക് വളരെ ക്രൂരമായ വേദന അനുഭവിച്ചാൽ മരിക്കുന്നത്. അതുകൊണ്ട് അവരെ അല്പം അർദ്ധബോധാവസ്ഥയിലാക്കാനായിട്ട് വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു പകുതി ബോധത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക അവർ. അപ്പോൾ ഈ ക്രൂശിൻ്റെ വേദനയൊക്കെ അനുഭവിക്കുക. അപ്പോൾ അവരുടെ വേദനയുടെ കാഠിന്യം കുറയ്ക്കാനായിട്ടാണ് ഇത് കൊടുക്കുന്നത്. സാധാരണ ഇത് എല്ലാവർക്കും കൊടുക്കാറുള്ളതാണ്. ഇവിടെ കർത്താവിന് കൊടുത്തപ്പോൾ കർത്താവ് വാങ്ങിച്ച് രുചി ഒന്ന് നോക്കിയ വഴിക്ക് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് കർത്താവ് അത് വേണ്ട എന്ന് പറയാൻ കാര്യം? നമ്മുടെ ആളുകൾ ഇതൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിച്ച് കയ്പ് കലത്ത് കുടിച്ചെന്നും മധുരമുള്ളത് നമുക്ക് തന്നു എന്നൊക്കെ ഇങ്ങനെ ഭാവനയിൽ പറയാറുണ്ട്. അങ്ങനെയൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. കർത്താവ് 2 പ്രാവശ്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരുന്ന കാണുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് പ്രാണനെ വിടുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുളിച്ച വീഞ്ഞ് കൊടുത്തു, അത് വാങ്ങി കുടിച്ചു എന്നൊക്കെ തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. അതൊക്കെ പ്രവചനത്തിലുള്ള തന്നെ നിവൃത്തീകരണങ്ങളാണ്. എന്തുകൊണ്ടാണ് കർത്താവ് ഈ മരണവേദന അനുഭവിക്കാതെ, പൂർണ്ണമായിട്ട് അനുഭവിക്കാതെ ഈ കയ്പ് കലർത്തിയ അല്ലെങ്കിൽ മൂര് കലക്കിയ വീഞ്ഞ് അല്ലെങ്കിൽ ഇത് പാനീയം താൻ കുടിക്കാഞ്ഞത് എന്ന് നാം മനസ്സിലാക്കും? യേശു കർത്താവ് ക്രൂശിൽ പാപപരിഹാര ബലിയായി പാപിയുടെ ശിക്ഷ പൂർണ്ണമായി അനുഭവിക്കാനാണ് കടന്നു വന്നത്. എന്നാൽ അത് അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ അർദ്ധബോധാവസ്ഥയിലോ ആണെങ്കിൽ തനിക്ക് പലതും ചെയ്യാനായിട്ട് കഴിയുമായിരുന്നില്ല, പറയാനായിട്ട് കഴിയുമായിരുന്നില്ല. നമുക്കറിയാം കർത്താവിനെ ക്രൂശിൽ തറയ്ക്കാനായിട്ട് വന്ന സമയത്ത് ലൂക്കോസിന് സുവിശേഷം 23-34 നമുക്ക് വായിക്കാം. അവിടെ ലൂക്കോസ് 23:34 യേശു പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ടു നിന്നു. അതിന് മുമ്പുള്ള വായിച്ചാൽ നമുക്കറിയാം, ഒരുത്തിനും വലത്തും ഇടത്തുമായി ക്രൂശിച്ചു. അപ്പോൾ ക്രൂശിക്കുന്ന സമയത്ത് പോലും ഇത്രയും വേദന അനുഭവിച്ചാണെന്ന് കടന്നു വരുന്നത്. തലേ ദിവസം രാത്രി മുതൽ തുടങ്ങിയ പരിപാടിയാണത്. വളരെ പീഡകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് വളരെ പരിക്ഷീണനായ വ്യക്തിയായിട്ടാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും അല്പ ആശ്വാസത്തോടെ മരിക്കണമെങ്കിൽ ഈ വീഞ്ഞ് കയ്പ് കലർത്തിയ അല്ലെങ്കിൽ മൂല് കലക്കിയ വീഞ്ഞ് കുടിച്ചാൽ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിന് അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം എന്താ, പകുതി ബോധത്തിലാണ്. ഇവിടെ പറയുന്നത് വളരെ ബോധത്തോടു കൂടെ കർത്താവ് പ്രാർത്ഥിക്കുന്നത് എന്താ? പിതാവേ,
ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ പടയാളികൾ ചെയ്യുന്ന കാര്യമൊക്കെയാണ് ഓർത്തുകൊണ്ടാണ് കർത്താവ് അത് പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വളരെ ബോധത്തോടു കൂടെ വേദന പൂർണ്ണമായി അനുഭവിച്ച് ആ മരണത്തിൻ്റെ പാതയിൽ കൂടെ ക്രൂശിത മരണം അനുഭവിക്കണം എന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിച്ചത്. മാത്രമല്ല നമുക്കറിയാം മത്തായി സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 30-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ യേശു പുളിച്ചെവി നിറഞ്ഞ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അവിടെ യേശു പുളിച്ചെവിനെ കുടിച്ച ശേഷം നിവൃത്തിയായെന്ന് പറഞ്ഞ് തല ചായച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇത് അവസാനത്തെ രംഗമാണ്. അപ്പോൾ പുളിച്ച വീഞ്ഞ് കുടിക്കുമ്പോഴും താൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിവൃത്തിയായി. ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കുരിശിലെ 7 മൊഴികൾ എന്ന നിലയിൽ നമുക്ക് രേഖപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. ഈ 7 മൊഴികൾ കർത്താവിന് പറയണമായിരുന്നെങ്കിൽ താൻ പൂർണ്ണ ബോധത്തോടുകൂടെ ആയിരിക്കണം ക്രൂശിൽ കിടക്കേണ്ടത്. വേദനയുണ്ടെന്നത് ശരിയാണെങ്കിലും ആണി നിറയ്ക്കുമ്പോഴും അല്ലെങ്കിൽ കുന്തം കൊണ്ട് കുത്തുമ്പോഴൊക്കെ വേദനയുണ്ട്, അതൊക്കെ ശരിയാണ്. എന്നാൽ പൂർണ്ണമായി തൻ്റെ പ്രവർത്തനം ആ ഉദ്ദേശിക്കപ്പെട്ട രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഇതുപോലെയുള്ള അബോധാവസ്ഥയിലായ ഒരു വ്യക്തിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് കർത്താവ് അത് വേണ്ട എന്ന് പറയാൻ കാര്യം. മാത്രമല്ല നമുക്കറിയാം, ആ ഭാഗങ്ങൾ ഞാൻ പിന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരും. ഈ 19-ാം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ തന്നെ നാം കാണുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, യേശുവിൻ്റെ അമ്മ ആ കുരിശിൻ്റെ അരികെ നിൽക്കുക. വളരെ ബോധത്തോടും വിവേകത്തോടും കൂടെയാണ് കർത്താവ് പറയുന്നത്, യോഹന്നാനെ നോക്കിക്കൊണ്ട്, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറയുന്നത് എന്താ? ഇതാ നിൻ്റെ മകൻ, ഇവളെ സ്വീകരിക്കണം. അതിൻ്റെ കാരണങ്ങൾ നമുക്കറിയാം. കർത്താവിൻ്റെ സഹോദരന്മാരാരും തന്നെ കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് കർത്താവിൻ്റെ വിശ്വാസത്തിലേക്ക്, ദൈവിക വിശ്വാസത്തിലേക്ക്, ഇവൻ്റെ പാതയിലേക്ക് വന്നിരുന്നില്ല. അതുകൊണ്ട് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു ആളെ അത്രയും സുബോധത്തോടു കൂടെ ഏൽപ്പിക്കണമെങ്കിൽ ഈ അബോധാവസ്ഥയിലുള്ള ഒരാൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് കർത്താവ് അത് കഴിച്ചില്ല. പിന്നെ ഒരു കാര്യം കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 കള്ളന്മാർ കർത്താവിനെ ദുഷിച്ചവരാണ്. പക്ഷെ പിന്നീട് ഒരുത്തന് മാനസാന്തരം വന്നു. ഏത് വയസ്സുള്ള ആളാണെന്ന് നമുക്ക് വേദപുസ്തകത്തിൽ തെളിവൊന്നുമില്ല. ഒരു വ്യക്തിക്ക് മാനസാന്തരം വന്നപ്പോൾ കർത്താവിനോട് പറയുന്നു, കർത്താവേ, നീ രാജ്യത്തെ പ്രാപിച്ചപ്പോൾ എന്നെ ഓർക്കണം. അപ്പോൾ കർത്താവിൻ്റെ മറുപടി എന്താ? ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. അഥവാ ഞാനിതാ മരിക്കാൻ പോവുകയാണ് പരദീസയിലേക്ക്, നീയും എന്നോടുകൂടെ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ സുബോധത്തോടുകൂടി പറയുകയും ഏൽപ്പിക്കുകയും ചെയ്യണമെങ്കിൽ കർത്താവ് ഈ ഇതുപോലെയുള്ള പാനീയം കഴിച്ചാലായിട്ട് തനിക്ക് സാധ്യമല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത്, യേശു കർത്താവ് പാപത്തിൻ്റെ ശിക്ഷ പൂർണ്ണമായ ബോധത്തോടുകൂടെയും പൂർണ്ണമായ വേദന സഹിച്ചും കൊണ്ടാണ് കാൽവരി ക്രൂശിൽ മരിച്ചത്. നമുക്കറിയാം, ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ ഭാഗം എടുക്കേണ്ട ധനവാനും ലാസറിൻ്റെയും സംഭവമൊക്കെ വിവരിക്കുന്ന സമയത്ത് അവിടെ ലാസർ ആ അബ്രഹാമിനെ മടിയിലിരിക്കുന്നത് കണ്ടിട്ട് ഈ ധനവാൻ ഒരു അഭ്യർത്ഥന നടക്കുന്നുണ്ട്. അതെന്താണ്? നമുക്കറിയാം, ഞാനിവിടെ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുകയാണ്. അവൻ്റെ വിരലിൻ്റെ അറ്റം ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നാവിനെ തണുപ്പിക്കണം. അപ്പോൾ അത്രയും കഠിനമായ വേദനയാണ് നരകവേദന. ആ വേദന താൻ അനുഭവിക്കാൻ പൂർണ്ണ ബോധത്തോടുകൂടെ തയ്യാറായിട്ടാണ് കർത്താവ് അവിടെ ഈ നിലയിൽ കഴിഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഇവിടെ കർത്താവിൻ്റെ, ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് ക്രൂശിൽ കൈവിടപ്പെട്ടവൻ്റെ ആ നിലവിളിയെ ആണ് പ്രധാനമായിട്ട് ഞാൻ കേന്ദ്രീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് പലരും പരിഹസിക്കും, കളിയാക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ അതൊന്നും കർത്താവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നുമല്ല. നാം പലപ്പോഴും കർത്തൃമേശയ്ക്ക് ചിന്ത പറയുമ്പോൾ, നിങ്ങൾ അങ്ങനെ ചിന്തകളൊക്കെ എടുക്കുമ്പോൾ താൻ ശാരീരിക വേദന അനുഭവിച്ചു, മാനസിക വേദനയാണ് ഏറ്റവും വലിയ വേദന, അങ്ങനെയല്ല.
കാരണം കളിയാക്കൽക്കൊന്നും താൻ പ്രതികരിച്ചതായിട്ട് കാണുന്നില്ല. ഇബ്രാഹിം ലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് തന്നെ അപമാനിച്ചപ്പോൾ താൻ അതിനെ അവഗണിച്ചു എന്നാണ്. അല്ലെങ്കിൽ അവഗണിച്ചു എന്നുള്ളതിന് മറ്റൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇബ്രാഹിം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ തൻ്റെ മുമ്പിൽ സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി എന്നാണ് നമ്മുടെ തർജ്ജമയിൽ വന്നത്. ശരിയായ അർത്ഥം അത് കാര്യമായിട്ട് വകവെച്ചില്ല അല്ലെങ്കിൽ അവഗണിച്ചു എന്നുള്ളതാണ്. അപമാനമൊന്നും തന്നെ സംബന്ധിച്ചോളം വലിയ വിഷയമല്ല. കാരണം താൻ അനുഭവിക്കാൻ പോകുന്നത് നരകത്തിൻ്റെ മരണവേദനയാണ്, അല്ലെങ്കിൽ യാതനാവേദനയാണ്, പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന വേദനയാണ് താൻ അനുഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ മുമ്പിൽ ഈ പരിഹാസം ഒന്നും തന്നെ സംബന്ധിച്ചുള്ള ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രൂശിൽ കൈവിടപ്പെട്ടവൻ്റെ നിലവിളി നാം ശ്രദ്ധിക്കണം. ഇവിടെ നാം വായിക്കുന്നത് നമുക്കറിയാവുന്ന വിഷയമാണ്. ഈ 15-ാം അധ്യായത്തിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, യേശു കർത്താവിനെ യഹൂദന്മാരുടെ രാജാവ് എന്ന് ആവർത്തിച്ച് 5 പ്രാവശ്യം വിശേഷിപ്പിക്കുന്നത്. ചിലത് കളിയാക്കിയിട്ടാണ്. അത് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാൻ നമുക്ക്. അവിടെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുന്ന പീലാത്തോസ് ചോദിക്കാം, നീ യഹൂദന്മാരുടെ രാജാവോ? ഞാനാകുന്നു എന്ന് പറയും. പിന്നെ അതിന് താഴോട്ട് നാം വായിക്കുമ്പോൾ 10-ാം വാക്യത്തിൽ യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരണം എന്ന് ഇച്ഛിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് 2-ാമത്തെ ഭാഗം. പിന്നെ നാം 12-ാം വാക്യത്തിൽ വരുമ്പോൾ പീലാത്തോസ് പിന്നെ അവർ യഹൂദന്മാരുടെ രാജാവ് എന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം? പിന്നെ താഴോട്ട് പോകുമ്പോൾ അവിടെ കളിയാക്കിക്കൊണ്ടാണെങ്കിലും അവിടെ വായിക്കുന്നത് കാണാൻ സാധിക്കും. 18-ാം വാക്യത്തിൽ യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് വന്ദിച്ചു. ഇനി അവർ മേലെഴുത്ത് അവിടെ വായിക്കുന്നുണ്ട് യഹൂദന്മാരുടെ രാജാവ് യേശു എന്നുള്ള. അപ്പോൾ 5 പ്രാവശ്യം ഈ മർക്കോസ് അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഇത് യഹൂദന്മാരുടെ രാജാവായിട്ടാണ് അവൻ വന്നത്, പിറന്നതും അങ്ങനെ തന്നെയാണ്. ക്രൂശിൽ മരിക്കുമ്പോഴും ആവർത്തിച്ച് മർക്കോസ് എഴുതുകയാണ് 5 പ്രാവശ്യം യഹൂദന്മാരുടെ രാജാവ്. ചിലത് പരിഹസിച്ചുകൊണ്ടാണെങ്കിലും അത് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് മർക്കോസ് തൻ്റെ സുവിശേഷം എഴുതി. ഇവിടെ നാം കാണുന്നത് 12 മണിയായപ്പോൾ നട്ടുച്ച നേരമായപ്പോഴാണ്. അതുപോലെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. പലതും കളിയാക്കുന്നു, ചിരിക്കുന്നു, അല്ലെങ്കിൽ തലകുലിക്കുന്നു, നീ ക്രിസ്തുവാണെങ്കിൽ ഇറങ്ങി വാ, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ 12 മണിയായപ്പോൾ അവിടെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ക്രൂശ് മരണത്തിൻ്റെ കാഠിന്യത്തിൻ്റെ അവസ്ഥ അവിടെയാണ് നാം കാണാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ 12 മണിക്ക് ഇരുട്ടാകുക, ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി എന്നാണ് നാം വായിക്കുന്നത്. 33-ാം വാക്യം, മർക്കോസ് 15:33. 6 മണി നേരമായപ്പോൾ 9 മണി നേരത്തോളം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ വായിക്കുന്നത് 6 മണി നേരം. 6 മണി നേരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു രാവിലെ 6 മണി മുതൽ 12 മണിയാകുമ്പോൾ 6 മണി, അതായത് നമ്മുടെ കണക്കനുസരിച്ച് ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴാണ് ദേശത്തൊക്കെയും ഇരുട്ടുണ്ടായി എന്ന് നാം വായിക്കുന്നു. അവിടെ ഇരുട്ടുണ്ടായി എന്ന് വായിക്കുമ്പോൾ പിന്നീട് നടന്ന സംഭവങ്ങളൊന്നും പെട്ടെന്ന് അവിടെ ആ 3 മണിക്കൂറിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആരും രേഖപ്പെടുത്തിയിട്ടില്ല. നാം ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ പിന്നെ നാം കാണുന്നത് 9 മണി നേരത്ത് കഴിഞ്ഞിട്ട് പിന്നെ വായിക്കുന്നത് 9 മണി നേരത്ത് കർത്താവ് നിലവിളിക്കുന്ന ആ രംഗമാണ്. ആ 6 മണി മുതൽ 9 മണി വരെ, 6 മണി മുതൽ 9 മണി വരെ, അതായത് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത്, ഇരുട്ടിൽ മൂടിയ സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തി കിട്ടിയിട്ടില്ല. എന്നാൽ പ്രവചനങ്ങളിൽ ഇതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്ന ഒരു വാക്യമാണ്. യെശയ്യാപ്രവചനം 53-ന്റെ 5-ാം വാക്യം. എന്നാൽ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വീഴുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ആ മധ്യത്തിൽ വരുന്ന വാചകം നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി എന്ന് പറഞ്ഞാൽ നാം അനുഭവിക്കേണ്ട ശിക്ഷ പുത്രൻ്റെ മേലായ സമയമാണ് അത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം
അവിടെയും അതിൻ്റെ സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ 21-ാമത്തെ വാക്യം. പാപമറിയാത്തവനെ നാം അവൻ ദൈവത്തിന് നീതിയാകുന്നതിനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഗലാത്യർ 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ആ ഭാഗം മാത്രം മതി. അപ്പോൾ ഈ 3 വേദഭാഗങ്ങളെങ്കിലും നാം ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, യേശു ക്രിസ്തുവിൻ്റെ മേൽ സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ ശിക്ഷ പുത്രൻ്റെ മേൽ ചുമത്തുന്ന രംഗമാണ്. ഇവിടെ വലിയ ഒരു പ്രശ്നമുള്ളത് പല ആളുകളും ചോദിക്കാറുണ്ട്. യേശു കർത്താവ് ദൈവവും മനുഷ്യനും ചേർന്ന വ്യക്തിയാണ്, ദൈവ മനുഷ്യനാണ്. അപ്പോൾ ദൈവത്തിന് മരിക്കാൻ കഴിയും, മനുഷ്യനല്ലേ മരിക്കാൻ കഴിയുള്ളൂ. അത് ഒരർത്ഥത്തിൽ ശരിയാണ് താനും. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ദൈവപുത്രൻ മനുഷ്യനായി തീർന്നത് മരിക്കാൻ വേണ്ടിയാണ്. മനുഷ്യന് മാത്രമേ മരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പൂർണ്ണ മനുഷ്യനായ യേശു കർത്താവ് പാപം ചെയ്യാത്തവനാണെങ്കിലും പാപിയുടെ സ്ഥാനം ഏറ്റുകൊടുത്തുകൊണ്ട് ആ ക്രൂശിൽ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ പകരക്കാരനായിട്ട് മരിക്കുമ്പോൾ, തൻ്റെ മേൽ തന്നെ പാപമാക്കി എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ സകല ശിക്ഷയും പുത്രൻ്റെ മേൽ, ആ മകൻ്റെ മേൽ അല്ലെങ്കിൽ യേശുവിൻ്റെ മേൽ ചുമത്തി. ആ മനുഷ്യനായിട്ട് വന്ന്, മനുഷ്യൻ്റെ പ്രതിനിധിയായിട്ട് വന്ന് മനുഷ്യനായി തീർന്നപ്പോൾ തൻ്റെ മനുഷ്യ ശരീരത്തിൽ ഒരു പാപിയായ മനുഷ്യൻ അനുഭവിക്കേണ്ട പാപത്തിൻ്റെ കഠോരമായ എല്ലാ ശിക്ഷയും ചുമത്തപ്പെട്ട സമയമാണ് ഈ 12 മണി മുതൽ 3 മണി വരെയുള്ള അന്ധകാരത്തിൻ്റെ സമയം. ഇത് നമുക്ക് അറിയാവുന്ന വിഷയമാണ് എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കണം, കർത്താവ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ മനുഷ്യത്വം അവിടെ പൂർണ്ണമായ രീതിയിൽ പാപത്തിൻ്റെ ശിക്ഷ വഹിക്കുമ്പോഴും തൻ്റെ ദൈവത്വം ഇല്ലാതാകുന്നില്ല. മനുഷ്യനും അത് തിയോളജീൻസൊക്കെ പഠിപ്പിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ ത്രിയേകത്വം എന്നുള്ള ക്ലാസ്സുകളെടുത്ത് സൗഹൃദം അതിൻ്റെ നോട്ട്സൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ പറയുന്ന ആശയങ്ങളൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാം. ഒരിക്കലും വിഭജിക്കാൻ കഴിയാത്ത, അതായത് 2 പ്രകൃതങ്ങൾ ഒരുമിച്ചുള്ള വ്യക്തിയാണ് യേശു കർത്താവ്. നമ്മുടെ ബുദ്ധിക്ക് യുക്തിക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ദൈവത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ വിശദീകരിക്കാനോ സാധാരണ മനുഷ്യർക്ക് കഴിയുകയില്ല. വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾ അംഗീകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യേശു കർത്താവ് ക്രൂശിൽ ആ 3 മണിക്കൂർ സമയം അനുഭവിച്ചത് പാപിയുടെ ശിക്ഷ വഹിച്ചുകൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ച പാപമാക്കപ്പെട്ടവനായിട്ട് തീർന്ന രംഗമാണ് നാം വായിക്കുന്നത്. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മരണത്തിലൂടെയാണ് യേശു കർത്താവ് ലോകത്തെ തന്നോട് നിരപ്പിച്ചത്. അത് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ഈ ക്രൂശ് മരണത്തിലൂടെയാണ് പാപികളായ മനുഷ്യ ലോകത്തെ ദൈവത്തോട് നിരപ്പിക്കുവാനായിട്ട് ഇടയാകുന്ന രംഗം. അതായത് മനുഷ്യൻ അനുഭവിക്കേണ്ട പാപത്തിൻ്റെ ശിക്ഷ യേശു ക്രിസ്തു ക്രൂശിൽ അനുഭവിക്കുന്ന രംഗമാണ് ഈ 3 മണിക്കൂർ ദൈവത്തിൻ്റെ ന്യായവിധി. അതങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? കാരണം ഇരുട്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ 1 യോഹന്നാൻ 1:5 വാക്യം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ലായിരുന്നു എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ആ വാക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാം, ദൈവത്തെക്കുറിച്ച് പറയുന്നതാണ്. ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അപ്പോൾ ഇരുട്ട് എന്ന് കാണിക്കുന്നത് ദൈവിക സാന്നിധ്യം ഇല്ലാത്ത അവസ്ഥയാണ്, ഇരുട്ടൊട്ടുമില്ലാത്ത ആ അവസ്ഥ. അപ്പോൾ ഇരുട്ടിൽ കർത്താവ് കടന്നു എന്ന് പറഞ്ഞാൽ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടവനായി, ഒരർത്ഥത്തിൽ പാപത്തിൻ്റെ പാപിയുടെ പ്രതിനിധിയായി ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായിട്ട് കഴിയുന്ന ഒരു സമയമാണ് ഈ 3 മണിക്കൂർ സമയം. നമുക്കറിയാം, കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്.
മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് നമുക്ക് വന്നാൽ ആ പ്രയോഗം ഓരോ സ്ഥലത്തേക്ക് ഞാൻ കാണിച്ചു തരാം. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ കർത്താവ് ഉപമകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് കല്യാണ സദ്യയ്ക്ക് ക്ഷണിച്ച് ആ വസ്ത്രമില്ലാതെ വന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ 13-ാമത്തെ വാക്യം. രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കയ്യിൽ കാലം കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്നു. ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് തള്ളിക്കളയുക, അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് അവനെ തള്ളിക്കളയുക എന്ന് തന്നെയാണ് ഈ ഏറ്റവും പുറത്തുള്ള ഇരുട്ട്. അപ്പോൾ കർത്താവ് ഇരുട്ടിൽ കിടന്നു എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക സംഭവമാണ്, ദൈവം അനുവദിച്ച സംഭവമാണ്. കാരണം താൻ അനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യം മനുഷ്യന് കണ്ടു നിൽക്കാൻ കഴിയാത്ത വണ്ണമുള്ള വേദനയാണ്. ദൈവിക സാന്നിധ്യത്തിൽ നമുക്കറിയാം, കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് പല സമയത്തും പറഞ്ഞു ഞാനും പിതാവും ഒന്നിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് വാക്ക് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വന്നുമിരിക്കുന്നു. പിതാവ് എന്നോടുകൂടുള്ളത് കൊണ്ട് ഞാൻ ഏകനതാണ്. ഇവിടെ പറയുകയാണ് ശിഷ്യന്മാരോട്, നിങ്ങളൊക്കെ എന്നെ വിട്ട് ഓടിപ്പോവും, എനിക്കറിയാം, എന്നാൽ ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഇത് പറഞ്ഞ കർത്താവാണ് ഇപ്പോൾ നാം കാണുന്നത് ഇരുട്ടി കിടന്നുകൊണ്ട് ആ ഉച്ചതിരിഞ്ഞ് 3 മണി സമയത്ത് അവിടെ നിലവിളിക്കുന്നത്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്. അപ്പോൾ അത് നമുക്കറിയാം 22-ാം സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യമാണ്. കർത്താവ് ഈ വാക്ക് നിലവിളിക്കുന്നതിൻ്റെ രഹസ്യമെന്താണ്? കർത്താവിനെ അറിഞ്ഞുകൂടെ പിതാവിനാൽ കൈവിടപ്പെടും, അല്ലെങ്കിൽ ദൈവത്താൽ കൈവിടപ്പെട്ട അവസ്ഥയിലേക്ക് താൻ ആകുമെന്ന്. അതിൻ്റെ ഭീകരത കണ്ടുകൊണ്ടാണ് ഗത്സമനയിൽ താൻ പ്രാർത്ഥിക്കുന്നത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിലും നീക്കണമേ എന്ന് പറഞ്ഞു. കാരണം അത് അതിഭയങ്കരമായ ഒരവസ്ഥയാണ്. പാപിയായ മനുഷ്യൻ ദൈവികമായ എല്ലാ സാഹചര്യങ്ങളിൽ നിന്ന് അകന്ന് നരകത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നുപോയി അനുഭവിക്കുന്ന തീവ്രമായ വേദന ഉൾക്കൊണ്ടുകൊണ്ടാണ്, മനസ്സിലാക്കിക്കൊണ്ടാണ് ഗത്സമനയിൽ താൻ പ്രാർത്ഥിച്ച് കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞു. എന്നാൽ പിതാവിൻ്റെ ഹിതത്തിൽ താൻ കീഴ്പ്പെട്ടു. ഇവിടെ താൻ ചോദിക്കുന്നത്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അറിയാത്തത് കൊണ്ട് ചോദിച്ചതല്ല, സംശയമുണ്ടായതുകൊണ്ട് ചോദിച്ചതല്ല. സങ്കീർത്തന പുസ്തകങ്ങളിൽ 22-ാം അധ്യായത്തിൽ അങ്ങനെ ഭാഗമായിരുന്നുകൊണ്ട് വേദപണ്ഡിതന്മാർ പറയുന്ന ആ 22-ാം സങ്കീർത്തനം മുഴുവൻ തൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഒരു വാക്യം മാത്രം താൻ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഈ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത്. കാരണം നാം ആ 22-ാം സങ്കീർത്തനം വായിച്ചാൽ അതിൻ്റെ വിശദീകരണങ്ങൾ വായിച്ചാൽ ക്രൂശീകരണ സമയത്ത് നടന്ന സംഭവങ്ങളുടെയൊക്കെ ആലങ്കാരിക പ്രയോഗങ്ങൾ അവിടെ കാണാൻ സാധിക്കും. ഭാഷാൻ കുറ്റമായി എന്നെ വളഞ്ഞു, ഞാൻ സിംഹത്തിൻ്റെ വായിൽ വീണ് പോയിരിക്കുന്നു, ബുഭുക്ഷയോടെ അലർന്ന സിംഹം പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നത് അതൊക്കെ ആലങ്കാരിക പ്രയോഗങ്ങളാണ്. ഈ അനുഭവങ്ങളിൽ കൂടെ ഒക്കെ കർത്താവ് കടന്നുപോയി. എന്നാൽ അതിൻ്റെ തുടക്കം മാത്രം താൻ പറഞ്ഞത്, ഈ അനുഭവം തന്നെക്കുറിച്ച് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് തൻ്റെ ഓർമ്മയിലേക്ക് വന്നപ്പോൾ അത് പറഞ്ഞു. ഇതിനർത്ഥം മനസ്സിലാക്കേണ്ടത്, പിതാവായ ദൈവവും പുത്രനായ ദൈവവും സ്വമനസ്സാലെ അംഗീകരിച്ച് ഈ ഉണ്ടാക്കിയ ഈ സംവിധാനത്തിൽ താൻ അത് കടന്നുപോയപ്പോൾ, തൻ്റെ മാനുഷികമായ അവസ്ഥയിൽ കൂടെ താൻ കടന്നുപോയപ്പോൾ, പാപമില്ലാത്ത താൻ പാപമാക്കപ്പെട്ടു, അല്ലെങ്കിൽ പാപത്തിന് ശിക്ഷ അനുഭവിക്കുമ്പോൾ ഉള്ളതായ അതിഘോരമായ വേദനയിൽ നിന്നാണ് ആ നിലവിളി വീഴുന്നത്. ഞാൻ ഈ ഭാഗം പഠിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അല്പം ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ മറ്റ് പല രീതിയിൽ ഇത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. അതുകൊണ്ട് അങ്ങനെ അതിൽ എഴുതിയിട്ടുള്ളത് തൻ്റെ ശാരീരികമായ ആ കഥാവ് മനുഷ്യൻ പൂർണ്ണ ദൈവം എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കണം, പൂർണ്ണ മനുഷ്യന് ശരീരമുണ്ട്, പ്രാണനുണ്ട്, ആത്മാവുണ്ട്. അതുപോലെ കഥാവിനും ശരീരവും പ്രാണനും ആത്മാവുമുണ്ട്. പാപം ഒഴികെ നമുക്ക് തുല്യമായ ശരീരത്തോടു കൂടിയാണ് കഥാവ് ഭൂമിയിലേക്ക് ജനിച്ചത്. നമുക്കറിയാം, യേശു കർത്താവ്
പാപം ചെയ്തിട്ടില്ല എന്നുള്ളത് സുവിശേഷങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും താൻ മരിക്കാൻ കഴിയുമായിരുന്ന ശരീരത്തിലാണ് വന്നത്. ആദം ഹവ്വ ദമ്പതിമാരുടെ ചരിത്രം നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അവർ പാപം ചെയ്യുന്നതിന് മുൻപേ തന്നെ ദൈവം അവരോട് പറഞ്ഞത് എന്താ? ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞാൽ മരിക്കാൻ കഴിയുന്ന ഒരു ശരീരവുമായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അന്ന് പാപം ചെയ്തിട്ടില്ല അവർ. പക്ഷേ മരണം വേണമെങ്കിൽ അല്ലെങ്കിൽ മരണത്തിന് കീഴ്പ്പെടാവുന്ന ഒരു ശരീരവുമായിട്ടാണ് ആദം ഹവ്വ ദമ്പതിമാർ സൃഷ്ടിക്കപ്പെട്ടത്. അതുപോലെ യേശു കർത്താവും ഭൂമിയിലേക്ക് വന്നപ്പോൾ പാപമില്ലായിരുന്നെങ്കിലും മനുഷ്യ ശരീരം എടുത്തപ്പോൾ നമ്മുടേതുപോലെ ഉള്ള ഒരു ശരീരം തന്നെയാണ് പാപമൊഴുകി എന്ന് പറഞ്ഞാൽ തനിക്ക് വിശന്നു, തനിക്ക് ദാഹിച്ചു, താൻ വേദന അനുഭവിച്ചു, താൻ ക്ഷീണിതനായി ഉറങ്ങി, അങ്ങനെ പല പല കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ഒക്കെയുണ്ട്. അതുപോലെ ഇവിടെ നാം കാണുന്നത് മനുഷ്യൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ ക്രൂശിൽ കിടന്ന് താൻ നിലവിളിക്കുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടു. അപ്പോൾ കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും എന്നുള്ള ആ വിഷയം വലിയ അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. എന്നാൽ അത് മുഴുവൻ വിശദീകരിക്കാനല്ല ഞാൻ പറയുന്നത് യേശു കർത്താവ് പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ, മനുഷ്യൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ആ മരണം അനുഭവിക്കുമ്പോൾ, തൻ്റെ പകരക്കാരനായിട്ട് മരിക്കുമ്പോൾ, പാപത്തിൻ്റെ സകല ശിക്ഷയും താൻ ഏറ്റെടുക്കുമ്പോൾ, താൻ പാപിയായില്ലെങ്കിലും പാപത്തിൻ്റെ ശിക്ഷ പൂർണ്ണമായിട്ട് നാം വഹിച്ചപ്പോൾ അത് തൻ്റെ മനുഷ്യത്വത്തിനും തൻ്റെ പ്രാണനും ആത്മാവിനൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കഠിനമായ വേദനയായതുകൊണ്ടാണ് അവിടെ നിലവിളിക്കുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. അതായത് ഒറ്റപ്പെട്ടു പോയ മനുഷ്യൻ, ആരുമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരില്ല, തൻ്റെ ആളുകളൊക്കെ കൈവിട്ടു, തൻ്റെ സമൂഹവിനെ കൈവിട്ടു, മതത്തിൻ്റെ ആൾക്കാർ കൈവിട്ടു. ഇപ്പോൾ ദൈവപിതാവായ ദൈവം അല്ലെങ്കിൽ ദൈവം പോലും അവനെ കൈവിട്ടു എന്ന രീതിയിൽ ചിന്തിക്കാം. കാരണം ദൈവത്തിന് മരിക്കാൻ കഴിയില്ല. അപ്പോൾ മരിക്കാൻ വേണ്ടി മനുഷ്യ ശരീരം നൽകപ്പെട്ട് വന്ന യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുകയാണ്. ആ മരിക്കുമ്പോഴുള്ള അതിതീവ്രമായ വേദന ഉൾക്കൊണ്ടുകൊണ്ടാണ് താൻ പറഞ്ഞത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ള ആ നിലവിളി എന്ന്. എന്നാൽ അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവ് നിലവിളിച്ച രംഗം അതാണെങ്കിൽ കൂടെ നാം അത് സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ എല്ലാ സുവിശേഷത്തിലും ഉണ്ട് അത്. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിൻ്റെ 46, 47, 48 വാക്യം. ഉറക്കെ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്നർത്ഥം. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നെന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക, ഏലി ഏലി ലമ്മാ ശബക്താനി. മത്തായി മർക്കോസ് എഴുതുമ്പോൾ എലോഹി എലോഹി എന്നാണ് എഴുതിയിട്ട്. അതായത് കർത്താവ് സംസാരിച്ചിരുന്ന ഭാഷ എബ്രായ ഭാഷയോട് സാമ്യമുള്ള അരാമ്യ ഭാഷയാണ്. എബ്രായ ഭാഷ വളരെ കോംപ്ലിക്കേറ്റഡായ എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ കുത്തും കോമനും അല്പം തെറ്റിയാൽ പോലും വ്യത്യാസമുണ്ട്. എന്നാൽ അരാമ്യ ഭാഷ അല്പം കൂടി ലളിതമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് കാലത്ത് കർത്താവും ശിഷ്യന്മാരും ഒക്കെ സംസാരിച്ചിരുന്ന അരാമ്യ ഭാഷ. ഈ അരാമ്യ ഭാഷയിലാണ് ഇവിടെ ഈ പറയുന്നത് എലോഹി എലോഹി ലമ്മാ ശബക്താനി എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ അവിടെയും അവനെ കളിയാക്കാൻ ചിലർ പറയുന്നു, അവർ ഏലിയാവെ വിളിക്കുന്നു, അവൻ വരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ കൈവിട്ടതെന്ന് അർത്ഥം എന്ന് മത്തായി അവിടെ എഴുതാൻ കാരണം ശരിയായി ഉച്ചരിച്ച ആക്ച്വൽ വാക്ക് അവിടെ രേഖപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ അർത്ഥം അവിടെ പറയുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. അവിടെ നിന്നിരുന്നവർ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവേ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് ഈ ഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ കടന്നുവന്ന ഒരു വിഷയം, ഇന്നും കർത്താവ് എന്തു പറയുന്നു എന്നുള്ളത് ആളുകൾക്ക് ശരിയാൾക്ക് പലർക്കും മനസ്സിലാകുന്നില്ല.
ക്രൈസ്തവരല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പ്രധാനമായിട്ടും. ക്രിസ്തു വിശ്വാസികളിൽ പോലും പലരും വേദപുസ്തകത്തിൽ കർത്താവ് എഴുതിയ വാക്കുകൾ പലപ്പോഴും അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിയാതെ, കർത്താവ് എന്താണ് പറഞ്ഞതെന്ന് അതുപോലെ മനസ്സിലാക്കാൻ കഴിയാതെ ഇവിടെ വായിക്കുന്നത് അവൻ ഏലിയാവെ വിളിക്കുകയാണ്. കാരണം അവിടെ നിന്നിട്ടുള്ള പലർക്കും യഹൂദ പശ്ചാത്തലമില്ലാത്തവരും കാണുമല്ലോ. അവർക്ക് മനസ്സിലായത് ഏലിയാവെ വിളിക്കും, ഏലിയാവ് ഒരു വലിയ പ്രവാചകനാണ്, അവനെ വന്ന് രക്ഷിക്കും. അവിടെ 49-ാം വാക്യത്തിൽ ഞാൻ വായിക്കുന്നത്, ശേഷമുള്ളവർ നിൽക്ക, ഏലിയാവൻ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ഈ കർത്താവ് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ ഉള്ള പ്രതികരണമാണ് ഇവിടെ കാണുന്നത്. ഇന്നും ലോകത്തുള്ള പല ആളുകളും യേശു കർത്താവ് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാതെ, തിരിച്ചറിയാതെ പ്രതികരിക്കുന്നവരാണ്. വളരെ ദുഃഖകരമായ അനുഭവമാണത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ക്രൈസ്തവ വിശ്വാസം ഉടലെടുത്ത ആദ്യ നൂറ്റാണ്ടിൽ കാര്യമായ വ്യതിയാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ചില നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ, ഏകദേശം 3-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടെയാണ് പല ജാതീയ ആചാരങ്ങളും രീതികളൊക്കെ കടന്നു വന്ന് ക്രൈസ്തവ മാർഗം അമ്പേ ദൂഷിച്ചു പോയി. അതിൻ്റെ പിൻബലമായിട്ടാണ് വൈദികന്മാർ അല്ലെങ്കിൽ ക്ലർജി അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ വലിയ നിയമനം, പള്ളികൾ പണിയുക, മറ്റു പല പല കാര്യങ്ങളൊക്കെ. എന്നാൽ കാതലായ വിഷയം കർത്താവ് പറഞ്ഞത് തിരിച്ചറിയാതെ കർത്താവിൻ്റെ പേരിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, കർത്താവ് പറഞ്ഞത് എന്താ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അത് വിളിച്ചറിയിക്കുന്നത് താൻ അനുഭവിച്ച വേദനയുടെ തീവ്രത എത്രത്തോളമാണ് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ യാതനാസ്ഥലത്തുള്ള ആ ധനവാൻ അവൻ്റെ വാക്കുകളിൽ കൂടെ വെളിപ്പെടുത്തിയത്, അവൻ അതിവേദനയിൽ കൂടെ കടന്നു പോവുകയാണ്. ഞാൻ ഈ തീജ്വാലയിൽ കിടന്ന് വലിയ വേദന അനുഭവിക്കുകയാണ്, എൻ്റെ നാവിലൊന്ന് തണുപ്പിക്കാൻ. ഞാൻ ആ വേദഭാഗം ചില വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കാൻ ശ്രമിച്ചപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ഒരു വലിയ സംശയമാണ്. ഞാൻ ആ സംശയം പിന്നീട് വേറൊരു ആർട്ടിക്കിൾ വായിച്ചത് മനസ്സിലായി. കാരണം ആ ധനവാന് മരിച്ചു കഴിഞ്ഞപ്പോൾ അടക്കപ്പെട്ടപ്പോൾ ശരീരമില്ലാത്ത അവസ്ഥയിലാണ് അവിടെ കിടക്കുന്നത്. അവൻ്റെ പ്രാണനാണ് അവിടെ കിടക്കുന്നത്, യാതന അനുഭവിക്കുന്നത്. ആ സമയത്തും ശരീരമില്ലെങ്കിലും ഈ വേദന അനുഭവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലാണ് അവൻ നിൽക്കുന്നത്. പലരും ഇന്ന് ലോകത്ത് ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നതെന്നറിയാമോ, ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊക്കെ തീർന്നു, ഈ ശരീരം മണ്ണിലടക്കപ്പെട്ട് അതോടുകൂടി അവസാനിച്ചു, പിന്നെ യാതൊരു കുഴപ്പമില്ല എന്നോ. അങ്ങനെയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ശരീരമില്ലെങ്കിലും അവൻ്റെ അസ്തിത്വം അവിടെ ഉണ്ട്, അവന് വേദന അനുഭവിക്കാൻ കഴിയും, ആളുകളെ തിരിച്ചറിയാൻ കഴിയും, ആശയവിനിമയം ചെയ്യാൻ കഴിയും, അവൻ്റെ ഭൂമിയിലുള്ള കാര്യങ്ങൾ ഓർക്കാൻ കഴിയും. അതാണ് ആ വലിയ സത്യമാണ് ആ ധനവാൻ്റെ പ്രതികരണത്തിലൂടെ കർത്താവ് അവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, യേശു കർത്താവ് കടന്നുപോയത് ശരീരത്തിൽ കൂടെയുള്ള വേദനയും കൂടെ അനുഭവിച്ചിട്ടാണ്, മാനസിക പ്രാണനിലുള്ള വേദന അനുഭവിച്ചിട്ടാണ് താൻ മരിച്ചത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു കാര്യം കൂടി ഞാനിതോട് ചേർത്ത് പറഞ്ഞ് എൻ്റെ ചിന്തകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ യേശു കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് നാം പറഞ്ഞത്, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പുളിച്ച വീഞ്ഞ് കൊടുത്തു, അത് വാങ്ങി ഇവിടെ കുടിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. 2 കൈകളും ക്രൂശിൽ ആണി നിറച്ച ആൾക്ക് എങ്ങനെ കുടിക്കാൻ കഴിയും? അപ്പോൾ നാം മനസ്സിലാക്കേണ്ട, അവിടെ പറയുന്നത് സ്പോങ് എന്നാണ് മലയാളത്തിൽ എഴുതിയത്. ഇതിൽ മുക്കി അവന് ചുണ്ടോട് അടുപ്പിക്കുമ്പോൾ അത് വലിച്ചു കുടിക്കുകയാണ് എന്ന് മാത്രമല്ല, വലിച്ചു ഇങ്ങനെ ഇറക്കുക. അത് വാങ്ങി കുടിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. വാങ്ങി കുടിച്ചു എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കണം, ഈ സോപ്പ് തണ്ടിന്മേൽ ഒരു സ്പോഞ്ച് പോലെയുള്ള സാധനം ഇതിൽ മുക്കി അതിൽ ആഗിരണം ചെയ്യുന്നതായ വീഞ്ഞ് ഇവൻ്റെ തൊണ്ടയുടെ ആ വരൾച്ച മാറ്റാൻ വേണ്ടി ഇതൊന്ന് വലിച്ചു കുടിച്ചു. ഇതാണ് ദാഹിച്ചപ്പോൾ ചെയ്തത് എന്ന് നാം കാണുന്നത്. അതിനുശേഷമാണ് കർത്താവ് പറയുന്നത്, ഞാൻ എൻ്റെ പ്രാണനെ കയ്യിൽ പരിമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂശിൽ മരിക്കുന്ന രംഗം. യേശു കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ നാം മനസ്സിലാക്കണം,
താൻ ദൈവവുമായിരുന്നു മനുഷ്യനുമായിരുന്നു. കാരണം തൻ്റെ പ്രാണനെ വെച്ചു കൊടുക്കാനും എടുക്കാനുമുള്ള അധികാരം എനിക്കുണ്ടെന്ന് അവകാശപ്പെട്ട വ്യക്തിയാണ് കർത്താവ്. ആ മരണസമയത്ത് വളരെ ബോധത്തോടുകൂടെ പിതാവിനോട് പറയുകയാണ്, പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കൈയിൽ പരിമേൽപ്പിക്കുന്നു. ഞാൻ ഈ വേദഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇതിനോട് ഈ വിഷയം അല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ് എനിക്കറിയാം. കാരണം അതിൻ്റെ തുടർന്നുള്ള പഠനങ്ങളിൽ, ആഴത്തിലേക്കുള്ള പഠനത്തിലേക്ക് നമുക്ക് അല്പം ദിവസങ്ങൾ പോകേണ്ടി വരും. ഇത് നാം ശ്രദ്ധിച്ചത്, ഇതുവരെയും നാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ചരിത്രപരമായിട്ട്, ഹിസ്റ്റോറിക്കലായിട്ട് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയ യേശു കർത്താവിൻ്റെ ക്രൂശുമരണവും അതിനോട് ബന്ധപ്പെട്ട സംഭവങ്ങളുമാണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ അല്പം കൂടി ആഴത്തിലേക്ക് ഇറങ്ങിയാൽ എന്ന് പറഞ്ഞാൽ ലേഖനങ്ങളിൽ കൂടെ നമ്മൾ ഈ കാര്യം ഒന്ന് പരിധി നോക്കുമ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതായ വലിയ ആത്മീയ സത്യങ്ങളുണ്ട്. അത് നാം തുടർന്നുള്ള ക്ലാസ്സുകൾ ദൈവം അനുവദിച്ചാൽ കേൾക്കാം, ചിന്തിക്കാം എന്ന് ഞാൻ കരുതുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.